ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു ഇതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ അടുക്കളയിൽ നമ്മൾ രാത്രി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഉഷാറാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് ഇന്ന് ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊങ്ങി വന്നാൽ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ കാണുമ്പോൾ അല്ലേ. അപ്പോൾ ഞാൻ അടുപ്പിൽ വെണ്ണീറൊക്കെ കോരി പിന്നെ ഞാൻ മാവൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തീ ഒളിപ്പിച്ച് ഇഡ്ഡലി ആട്ടം ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രമൊക്കെ വെച്ച് അതിൽ വെള്ളമൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാർ ഇന്നലെ ഉണ്ടാക്കി വെച്ചപ്പോൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലൊന്ന് എണ്ണയൊക്കെ തടവി കൊടുക്കുകയാണ് കേട്ടോ. സാമ്പാറൊക്കെ അടിപൊളിയായിട്ട് തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് ഞാനിത് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഞാൻ ഇതിൽ എണ്ണ തടവിയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ചൂടാറാനൊന്നും കാത്തിക്കില്ല. ഇതിന്ന് പെട്ടെന്ന് കിട്ടും. എല്ലാവരും ഇഡ്ഡലി തട്ടുന്നൊന്നും പെട്ടെന്ന് അങ്ങനെ കിട്ടാറില്ല. ഇതിന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ ബാക്കിയുള്ളതും അതുപോലെ ചുട്ടെടുത്തു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണല്ലോ. അപ്പം ഇന്ന് കുറച്ച് വൈകിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് സാമ്പാർ ഉണ്ടല്ലോ ഇന്നലത്തത്. പിന്നെ ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാൻ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉണക്കമുളകാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. വേറെ അതിക്കൊന്നും വേണ്ട. ഈ ഉണക്കമുളകും ഈ വലിയ ഉള്ളി മാത്രം മതി. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ദോശക്കായാലും ഇഡ്ഡലിക്കായാലും നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. മുളക് നല്ലതുപോലെ മൂത്ത് വരണം. എന്നിട്ട് നമ്മളതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മുളക് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് സവാള നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര ചമ്മന്തി വേണോ അത്രയും വലിയ ഉള്ളി എടുക്കണം കേട്ടോ. വലിയ ഉള്ളി വാടിക്കഴിഞ്ഞാൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വാട്ടി കൊടുക്കണം. പിന്നെ പെട്ടെന്നൊന്നും വാടിയെന്ന് വിചാരിച്ചിട്ട് ചമ്മന്തി അരച്ചെടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി നന്നായിട്ട് വാടി വരണപ്പോൾ ഏകദേശം നല്ല വാടി വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചൂടാറിയിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ച് കൊടുക്കാൻ. ചൂട് കൊടുക്കാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കൊടുക്കാൻ കഴിയൂല. അപ്പോൾ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഈ ചമ്മന്തി അമ്മമ്മയാണ് കേട്ടോ അരച്ചിട്ട് തന്നിരുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ മിക്സിയിലാണല്ലോ വേഗം അരക്കുക. അമ്മമ്മക്കൊന്നും പോകില്ലല്ലോ അല്ലേ. അപ്പോൾ ചമ്മന്തിയൊക്കെ ഞാൻ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കൂട്ടി ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അറിയോ. ഇതിക്ക് പിന്നെ വേറെ കറിയൊന്നും വേണ്ട. എന്നാലും ഞാൻ കുറച്ച് സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ചമ്മന്തി പറ്റാത്തവരും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇതെടുത്ത് പിന്നെ ഞാനിത് അരക്കൽ കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ വാട്ടി കഴിഞ്ഞാൽ അതിൽ എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ പിന്നെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളി വാടാനുള്ള എണ്ണ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ സാമ്പാറും ചമ്മന്തിയും ചായയും ഇഡ്ഡലിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനാണെന്ന് കൊടുത്തിട്ടുള്ളത്. മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ചിക്കനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചായ കുടിക്കാൻ ഇരുന്ന ടൈം കൊണ്ട് ചോറിന് ഉള്ള അരി അടുപ്പത്ത് വേവാനിട്ടിരുന്നു. അപ്പം അരി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചിക്കനൊന്ന് പൊരിച്ചെടുത്തു. പിന്നെ അതിലേക്കുള്ള മസാല ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതിലേക്ക് വേണ്ട പൊടികളും കൂടി ഞാൻ കുക്കറിലാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ 2 വിസിലടിച്ചപ്പോൾ അടിപൊളിയായിട്ട് ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കൻ പൊരിച്ച് ചട്ടിക്ക് ഇനി അത് ഇട്ട് കൊടുക്കുക വെച്ചത്. ഞാനിപ്പോൾ ഈ ഒഴിക്കണത് ഞാൻ വിനാഗിരി ആട്ടോ. 1 സ്പൂൺ വിനാഗിരി ഞാൻ തൈരും നാരങ്ങ നീരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഇപ്പം ഞാൻ ആ ചട്ടിയിൽ തന്നെ ഈ മസാല ഇട്ട് കൊടുത്തിട്ട് ആ ചിക്കനും പൊരിച്ച് വെച്ച ചിക്കനും ഒക്കെ കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഞാൻ ഈ ചോറൊന്ന് ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോറിട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് ദം ചെയ്തു. ഞാൻ അതിൽ നെയ്യൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ ബിരിയാണി. പെട്ടെന്ന് കുട്ടികളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.